ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. നമുക്ക് ഫുഡിന് ഓർഡറുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമുക്ക് 3 കിലോ ബിരിയാണിക്കും ഓർഡർ ഉണ്ട്. അതേപോലെ 3 കിലോ ചിക്കൻ ബിരിയാണി, 3 കിലോ ബീഫ് മന്തിയാണ് കേട്ടോ ഇന്ന് കിട്ടിയ ഓർഡർ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും നമ്മളെ ചായ കുടിക്കലും അതേപോലെ അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ തന്ന ഓർഡറാണ് കേട്ടോ. വഴിക്കടവുള്ള ഒരു ഇത്തയാണ്, റൂബീനെയാണ് പേര്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും കാണലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇപ്പോഴാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ ഒരവസരം കിട്ടിയത്. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടിയൊരു ഓർഡറാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് നമ്മളിവിടെ നിന്ന് ഒരു 300 രൂപയൊക്കെ ഓട്ടോക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും ഓട്ടോ ചാർജൊക്കെ ഒരു കൊടുത്തുകൊണ്ട് പറഞ്ഞാണ്ട് അങ്ങനെ എനിക്ക് ഫുഡിന് ഓർഡറൊക്കെ തന്നതേനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഗ്ലൗസൊക്കെ അയച്ചു തന്നീനല്ലോ. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബീഫൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് നമ്മൾ പിന്നെ മന്തി ഉണ്ടാക്കുമ്പോഴും ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ കട്ട് ചെയ്യേണ്ടതും. അപ്പോൾ ബീഫൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ബീഫ് മന്തിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അവിടെ 1 സ്പൂണ് നല്ല ജീരകം, അതേപോലെ 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ കുരുമുളക്, പിന്നെ 2 സ്പൂണ് മല്ലി, മുഴുവൻ മല്ലി കേട്ടോ, പിന്നെ ഒരു കറുത്ത നാരങ്ങ, പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവ, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, അത് 2-3 പീസാക്കിയാണ്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ തക്കോലുണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്ക. പിന്നെ നിങ്ങൾ അതിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് ബേ ലീഫ് കിട്ടിയിട്ടില്ല ഇനി. അപ്പം ഇനി ഇത് ഞാൻ ചൂടാക്കണമെന്നില്ല, അങ്ങനെ തന്നെ ജാറിലിട്ടാണ്ട് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങ ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടെങ്കിൽ ആ കുരു ഒന്ന് കളയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ബീഫിന് ചെറിയൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് കുരുവൊന്നും ഇല്ലാത്ത നാരങ്ങ തോന്നുന്നുണ്ട്. ഞാൻ കുരു ഉണ്ടാവുമെന്ന് വിചാരിച്ച് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് ജാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേപോലെ തന്നെ ഞാൻ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പിരിയമുളക് ഉണ്ടെങ്കിൽ പിരിയമുളക് ചേർക്കുക, കാശ്മീരി മുളക് കേട്ടോ. മുളക് പൊടി എന്തായാലും ഞാൻ മസാലയിൽ ചേർക്കും. പിന്നെ എൻ്റെ അടുത്ത് പിരിയമുളക് ഉണ്ടായിനി. അപ്പോൾ ഞാനൊരു 3-4 മുളക് എടുത്തിട്ട് അതും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി ഉണക്കി വെച്ച മുളകാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മന്തി മസാലേൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഒന്ന് ബിരിയാണി മസാലേൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലപ്പൊടികളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സ്മെല്ല് ഉണ്ടാവില്ല നല്ല, പക്ഷേ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വേറെ തന്നെയാണ്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണി മസാല കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ മന്തി മസാലയാണ് നമ്മൾ പൊടിച്ചെടുത്തത്. എനിക്ക് ബിരിയാണി മസാല പൗഡറായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൂലേ, അങ്ങനത്തെ പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബിരിയാണിക്ക് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും വല്ലാതെ കിട്ടലില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി മസാല തന്നെയാണ് എൻ്റെ ബിരിയാണിക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ എനിക്കെപ്പോഴും ഒരു നമ്മൾ ബിരിയാണിയൊക്കെ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളെ ബിരിയാണി മസാല ഇട്ടാണ്ട് ഉണ്ടാക്കി കൊടുക്കണത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ നമുക്ക് പൊട്ടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ജാതിക്ക 20 ഗ്രാം, ജാതിപത്രി 20 ഗ്രാം, അതേപോലെ സാജീരകം 20 ഗ്രാം, പിന്നെ തക്കോലം 20 ഗ്രാം, പിന്നെ അതേപോലെ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടോ. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, അതേപോലെ കുരുമുളക്, ഇതൊക്കെ കേട്ടോ ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അതേപോലെ തന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു 2-3 ബേ ലീഫും കൂടെ ചേർക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം കുറച്ചിട്ടാൽ മതി കേട്ടോ. വലിയ ജീരകം ഇടുന്ന അത്ര ചെറിയ ജീരകം ഇടണ്ട, ചെറിയ ജീരകം കുറച്ച് മതി. പിന്നെ ഇതിലേക്കും വറുത്ത് വെച്ച മല്ലിയും അതേപോലെ പിരിയമുളകും ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ ചേർക്കലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വറുത്ത് വെച്ചതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തായാലും മസാലയിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അതും കൂടെ കൂട്ടി പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ടതൊന്നും ആവശ്യമില്ല. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ.
അപ്പം അത് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കൂടെ ജാറിലിട്ടാണ്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാവും കേട്ടോ ഈ ഒരു പൗഡർ. ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട് ഏതായാലും ഓർഡർ. അപ്പോൾ ഇനിയിപ്പോൾ ബിരിയാണി മസാല പൊടിച്ചെടുക്കണ്ടല്ലോ. അങ്ങനെ ആ ജാറിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഒക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇനി നമുക്ക് ബീഫ് മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു സവാളയും 2 തക്കാളിയും ഒരു പച്ചമുളകും ഇട്ടാണ്ട് ഇതാ പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അത് ആ ഒരു പേസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് 1 സ്പൂൺ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ 2 മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മന്തി മസാല ഉണ്ടല്ലോ, അതിന് ഇതാ ഒരു 3.5 സ്പൂൺ ഞാൻ അതിലേക്ക് ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ജീരകവും പെരുംജീരകവും ഒക്കെ ചേർത്തതാണ്. എന്നാലും ഈ ഒരു മസാലയ്ക്ക് കുറേശ്ശെ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം, അതേപോലെ തന്നെ അതിലേറെ കുറച്ച് പെരുംജീരകം, പിന്നെ ഒരു കറുത്ത നാരങ്ങ പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്താണ്ട് ചേർക്കുക. അപ്പോൾ 2 തണ്ട് പുതിനയില എടുത്തിട്ടുണ്ടായിന്, 3 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കഴുകിയാണ്ട് അതും ഇതാതിക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മളൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അത് വേണ്ട, നമുക്ക് മന്തിക്ക് വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലങ്ങനെ കുറേ മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്താണ്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നത് ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതാട്ടോ. ഇത് ഒന്നൊന്നുമില്ല, 1ൻ്റെ പകുതിയുള്ളൂ. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ സൺഫ്ലവർ ഓയിൽ. നമ്മൾ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഓയിൽ വേണം. ബീഫ് ആകുമ്പോൾ കുറച്ച് മതി കേട്ടോ, ബീഫിൽ തന്നെ ഉണ്ടാവും നെയ്യും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ സുർക്ക ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, നമ്മൾ മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവും. പിന്നെ ചെറുനാരങ്ങ നീരും ചേർക്കട്ടോ. ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ. ചെറുനാരങ്ങൻ്റെ നീര് നല്ല ടേസ്റ്റ് കൊടുക്കും. എന്ത് മസാല നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതിക്ക് ചേർക്കുമ്പം നമ്മൾ പുളിക്കിപ്പോൾ സുർക്ക ചേർത്തതാണെന്നാലും ചെറുനാരങ്ങ നീരും ചേർക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞരട്ടി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് അതുപോലെ കൈകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഇതേപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ ബീഫിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മസാലയൊക്കെ തേച്ചിട്ട് ഇതേപോലെ നമ്മൾ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ അതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിറകടുപ്പിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു സുർക്കൻ്റെ പുളിയൊക്കെ അതിൽ ആവുമ്പോൾ തക്കാളിൻ്റെ പേസ്റ്റൊക്കെ നമ്മൾ ചേർത്താലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കുറേ ടൈം അങ്ങനെ വേവിച്ചെടുക്കുമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ ചിക്കനൊക്കെ കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കണതല്ലേ ചിക്കൻ ബിരിയാണിയൊക്കെ. അതിക്കും ഇതേപോലെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് സുർക്കയും അങ്ങനെ തിരുമ്മി വെക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിവുണ്ടാകുന്ന സമയത്ത് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നും ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്ത് വെച്ചതേന് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചാണ്ട് വേഗം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ടേ ഇപ്പോൾ ഇന്ന് മാത്രമേ ഉള്ളൂ മഴക്കൊരു കുറവുള്ളത് കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ ഇവിടെ മഴയിന്. അപ്പോൾ നമ്മൾ അടുപ്പ് കുറച്ച് അപ്പുറത്തല്ലേ നമ്മൾ അടുപ്പ് കത്തിക്കലേ. അപ്പോൾ ഞാൻ കല്ലിപ്പുറത്തേക്ക് മാറ്റിയതാട്ടോ. അവിടെ അങ്ങനെ ഉറവ് പൊടിഞ്ഞിട്ടേ വെള്ളത്തിൻ്റെ പൂലിപ്പോഴും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ തീ കത്താൻ പ്രയാസമാവും. ഇന്ന് വെയിലൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ ഉറവ് പൊടിയുന്ന സ്ഥലത്ത് അങ്ങനെയാണല്ലോ, ആ വെള്ളത്തിൻ്റെ പൂലങ്ങോട്ട് പോയി കിട്ടൂല. അപ്പോൾ തീ കത്താനും ഗതികേടായിക്കാരം. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് കല്ല് വെച്ചതാട്ടോ. അങ്ങനെ ഉമ്മയുണ്ട്, ബാബുക്കെ ഉണ്ട് കേട്ടോ ഹെൽപ്പിന്, മക്കളും ഉണ്ട് ഹെൽപ്പിന്. അപ്പോൾ മക്കൾ ആകെ അടിച്ചു വാരാ തുടക്കം അങ്ങനത്തെ പണിക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുക്കിംഗ് തന്നെ ഉള്ളൂ കേട്ടോ ഒന്ന്. പിന്നെ ഉമ്മ ഉണ്ടായതുകൊണ്ടേ തീ എത്തിക്കാനൊക്കെ ഉമ്മയുണ്ട്. അതേപോലെ
ഉള്ളിയൊക്കെ തൊലി പൊളിച്ചു തരാനും ഒക്കെ എല്ലാത്തിനും ഹെൽപ്പിന് ആളുണ്ട് കേട്ടോ. അപ്പോൾ വലിയ റിസ്ക് ഇല്ലെന്ന്. അങ്ങനെ കേട്ടോ ചിക്കനൊക്കെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. അത് എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ട്രിപ്പിനും കൂടെ ഉണ്ട്. 3 കിലോ ചിക്കനാണ് കേട്ടോ. 3 കിലോ മീറ്റായിട്ട് ചിക്കൻ വാങ്ങിയതാണ്. അതേപോലെ ബീഫും അതേപോലെ 3 കിലോനാണ് കേട്ടോ. റൈസും 3 കിലോനാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ തടുപ്പുമ്മ കത്തിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് അവിടെ കൊണ്ടുപോയി വെച്ചു. ബീഫ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അപ്പോഴത്തേന് കുറച്ച് നേരം ആയിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അതും അവിടെ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഇവിടെ ചിക്കൻ വറുത്ത് കോരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല വേഗം റെഡിയാക്കാം കേട്ടോ. ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാലക്കുള്ള സവാള ഇട്ട് കൊടുക്കുന്നത്. ഈ ഉരുളി തന്നെ ആവുമ്പോഴേ പിന്നെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ സവാള. എന്നാലുള്ള ആ ഉള്ളിൻ്റെ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് പോവുക. ചില മസാല കണ്ടിട്ടില്ലേ അങ്ങനെ മധുരിക്കണത്, അത് ശരിക്ക് ഉള്ളി വാടാത്തതുകൊണ്ടാണ് കേട്ടോ. ഉള്ളി നല്ലോണം വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മസാലക്കാരം. അപ്പോൾ സവാള വഴറ്റിയെടുക്കാൻ ബാബുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള ഇട്ട് കൊടുത്ത്, ഉപ്പ് ഇട്ട് കൊടുത്ത്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്. അപ്പോൾ ഓരത് വഴറ്റി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അകത്തുണ്ട് എനിക്ക് ഓരോ ജോലികൾ ഇതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ. നമ്മൾ മന്തി റൈസൊക്കെയുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് പോയിട്ട്. അതേപോലെ അതാ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. ഒക്കെ ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ചോദിക്കും, ഞാൻ 1 കിലോ ബിരിയാണിൻ്റെയൊക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് അളവ് അറിയണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കറക്റ്റ് അളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഒക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയും തക്കാളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഒരു 3 സ്പൂണാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് 1 കിലോയ്ക്ക് 1 സ്പൂൺ മസാല എന്നുള്ള രീതിയിലാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയ മസാല തന്നെയല്ലേ, അപ്പോൾ നല്ല ചുരുമണക്കുള്ള മസാലപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇനി പാക്കറ്റ് മസാലയാണ് വാങ്ങിക്കലെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കണ കാട്ടിൽ നല്ലത് ഇതേപോലെ കുറേശ്ശെ വാങ്ങിച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിലേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അതേപോലെ നല്ല സ്മെല്ലും ഒക്കെ കിട്ടും. പിന്നെ നമ്മളൊരു പ്രാവശ്യം അങ്ങനെ പൊടിച്ച് വെച്ചാൽ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തിന് ഉണ്ടാവുമല്ലോ. എപ്പോഴും എന്നും ബിരിയാണി ഉണ്ടാക്കില്ലല്ലോ, ഇടയ്ക്കൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മല്ലിയിലും പുതിനയിലൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു, നല്ലോണം വഴറ്റിയെടുത്ത്. പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 3 ചെറുനാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ വലിയ നാരങ്ങയല്ല, ചെറിയ കുഞ്ഞു നാരങ്ങേനെ, അതുകൊണ്ടാണ് 3 എടുത്തത്. വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെ മതിട്ടോ. എന്തായാലും ഉണ്ടാവില്ല. ഒരു നാരങ്ങ ഒരു അരമുറി അങ്ങനെയൊക്കെ മതിട്ടോ, കുറേ നീരൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തൈരും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒക്കെ ചേർത്തുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനും കൂടെയൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഒക്കെ ലാസ്റ്റ് ഒന്ന് നോക്കട്ടോ. ചിക്കനിൽ ഉപ്പ് ഉണ്ടാവുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഉപ്പ് ഏറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്തതുകൊണ്ട് ഉടയണ പ്രശ്നമല്ല. മറ്റേത് വേഗം ഇങ്ങോട്ട് ഉടഞ്ഞു വരും നമ്മൾ ചിക്കനൊക്കെ ഇട്ടുകൊണ്ട് ദം ചെയ്തെടുക്കുമ്പം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അധികം ഉണ്ടാക്കൽ, പൊരിച്ച ബിരിയാണി തന്നെയായിട്ട് ഉണ്ടാക്കൽ. വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊരിക്കാതെ ഉണ്ടാക്കും. ചിക്കൻ പൊരിക്കാതെ ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്താ അറിയോ, നമ്മൾ ഇതേപോലെ പുറത്തേക്കൊക്കെ കൊടുക്കുമ്പോഴും കുറച്ചധികം ആളുകളൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസാല വിളമ്പുമ്പോൾ ഉണ്ടാവില്ല. ചിക്കനൊക്കെ ഉടഞ്ഞു പോയിട്ടേ എല്ലുമെന്നൊക്കെ വേറിട്ട് മീറ്റ് വേറെയും എല്ല് വേറെയൊക്കെ ആയിട്ട് കരം കിട്ടുക. അപ്പോൾ മസാല നമുക്ക് വിളമ്പിയാൽ കാണൂല. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, ഇങ്ങനെ പൊരിച്ചിട്ടാവുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല സെറ്റായി. പിന്നെ നമ്മളിവിടെ ചെമ്പിൽ വെള്ളവും വെച്ചിട്ടോ. പിന്നെ അരി തിളപ്പിച്ചൂറ്റാനുള്ള അതിലേക്കും കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഏലക്ക ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തിക്കുള്ള ബീഫ് ആ ഒരു നേരക്കായപ്പോഴത്തിന് വെന്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ അപ്പോഴത്തിന് നമ്മൾക്ക്
ബിരിയാണീൻ്റെ അരി തിളപ്പിച്ചുറ്റാൻ വെള്ളം വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനി. അങ്ങനെ അരി ഇട്ട് കൊടുത്തു. അപ്പോൾ ബിരിയാണി അങ്ങോട്ട് ദം ചെയ്തെടുത്തിട്ട് വേണം നമ്മളെ മന്തിൻ്റെ കാര്യം നോക്കാൻ കേട്ടോ. അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മന്തിക്ക് പിന്നെ അങ്ങനെ കുറേ നേരം ദമ്മിൽ കിടക്കണം എന്നൊന്നുമില്ല. ഒരു 10 മിനിറ്റൊക്കെ കിടന്നാൽ മതി. ഒരുപാട് നേരമൊന്നും ദമ്മിൽ കിടക്കണ്ട കേട്ടോ. ബിരിയാണിയാണ് ഒരു മണിക്കൂറെങ്കിലും ദമ്മിൽ കിടക്കണം, എന്നെങ്കിലുള്ളൂ നല്ല അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ അതാട്ടോ ഞാൻ ബിരിയാണി ചെമ്പുക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ. പിന്നെ വാഴൻ്റെ എന്തിനാ വെച്ച് കൊടുക്കണമെന്ന് ചോദിക്കും. വാഴൻ്റെ വെച്ച് കൊടുക്കണം എന്താ വെച്ചാൽ മസാല ഇങ്ങനെ വിളമ്പുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട വിചാരിച്ചിട്ട് അങ്ങനെ വെക്കണതാണ് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ വെച്ച് ശീലമായിപ്പോയി. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ആ വാഴൻ്റെ ഫ്ലേവറൊക്കെ അതിക്ക് ഇറങ്ങൂലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വാഴൻ്റെ വെച്ച് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ടാണ് റൈസും പിന്നെ മസാലയും ഒന്നിച്ച് മിക്സ് ചെയ്യൂലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ വാഴൻ്റെ ഇലയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കൽ. എന്തെങ്കിലും അടിയിലൊന്ന് വിരിച്ചും, അല്ലെങ്കിൽ വാഴൻ്റെ ഇല, അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിക്കഷ്ണം, അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ശീലമായതാണ് എനിക്കും, അങ്ങനെ വിരിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. അരി ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ കൂടെ നെയ്യും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ല ഒരു സ്മെല്ലൊക്കെ കൊടുക്കും ബിരിയാണിയൊക്കെ പൊട്ടിക്കുന്ന സമയത്തൊക്കെ നല്ല ഒരു സുഗന്ധം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ പൈനാപ്പിൾ നെയ്ച്ചോർക്ക് ഇടുകയാണെങ്കിലും ബിരിയാണിക്ക് ഇടുകയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ആർക്കേജിൻ്റെ നെയ്യൊക്കെ ഞാൻ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തീ കത്താൻ നല്ല ഗതികേടേനി കേട്ടോ. അങ്ങനെ വറുകൊക്കെ തണുത്ത് നിന്നിട്ടേനി തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിട്ട് മഴ തന്നെയേനി എന്നുള്ളത്. ഇപ്പം നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞാണ്. അപ്പോൾ ഈ അടുപ്പ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ബാബുവിൻ്റെ ചെരുപ്പ് കണ്ടിട്ട് ആരും നോക്കണ്ട. ചെരുപ്പിൻ്റെ ഞാൻ ഇവിടെ പുറത്ത് ഇടുന്ന ചെരുപ്പാട്ടോ ഇട്ടുകണത്. ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ കാണാൻ കേട്ടോ. അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ചിലപ്പം ചെരുപ്പൊക്കെ നല്ല ചെരുപ്പൊക്കെ മേലേക്കാരേ. ഇപ്പോൾ ഇവിടെ നമ്മൾ കിച്ചൺ താഴെയാണല്ലോ. അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ ഒരു ഗതികേടല്ലേ. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് പഴയ ചെരുപ്പുകൾ വെച്ചിരിക്കണം കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ ഇടല്, അവനാൻ്റെതായിട്ടൊന്നും അല്ല. കാണുന്ന ചെരുപ്പൊക്കെ അങ്ങനെ ഇടും താഴത്താവുമ്പോൾ. മേലെ ഉണ്ടാവും എല്ലാവരും നല്ല ചെരുപ്പ്, അങ്ങനെ കേട്ടോ. ഞാൻ ചെരുപ്പ് കാണുമ്പോൾ നിങ്ങൾ എന്തേലും വിചാരിക്കേണ്ട വെച്ചിട്ട് എന്നാളെ ഞാനൊരു കമൻറ്റിൽ കണ്ടേനി ബാബുവിൻ്റെ ചെരുപ്പാണ് ഞാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞാണ്ട്. അങ്ങനെ ബിരിയാണീൻ്റെ കാര്യം തീരുമാനമായിട്ടോ. അതിപ്പോൾ ഇവിടെ ദമ്മിൽ ആക്കാനായിട്ടുണ്ട്. ഒക്കെ ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചാലും എനിക്ക് മതിയാവില്ല. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. അപ്പം ഞാനിതാ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറവാവണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒക്കെ ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് നല്ലോണം ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ദമ്മൊക്കെ നല്ലോണം കയറിക്കോളും, ആവിയൊന്നും പുറത്ത് പോവില്ല. അല്ലെങ്കിൽ മൈദ കൊണ്ട് ഒട്ടിച്ചാലും മതി, അതിലേറെ സുഖം ഇതാണ് കേട്ടോ. പിന്നെ ഫോയിൽ പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുക്കൽ അല്ല, മൈദ കൊണ്ടാണല്ലേ ഒട്ടിക്കൽ. ഫോയിൽ പേപ്പർ കൊണ്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി വെച്ചാൽ മതി, എന്നാലും ടൈറ്റായിട്ട് അവിടെ നിന്നോളും. അങ്ങനെ അടുപ്പൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ കനലുണ്ട്. അപ്പോൾ ആ ഒരു കനലുമ്പോൾ കുറച്ച് നേരം കിടക്കട്ടെ. നമ്മൾ ചെമ്പ് നല്ല ചൂട് വേണം, താഴെന്നും ചൂട് വരണം, മേലെന്നും ചൂട് വരണം. അപ്പോഴുള്ള ബിരിയാണിക്ക് നല്ലോണം ദമ്മ് കയറുക. അപ്പോൾ ഒരു 10:30 ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സമയം. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിലായി. അപ്പോൾ നമുക്കിതൊരു 12:15 ആകുമ്പോഴത്തേന് ഇവിടുന്ന് കൊടുത്തയക്കണം. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കണം, എന്നാലേ ഉള്ളൂ 12:15 12:30 ആകുമ്പോഴത്തേന് നമുക്കത് കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണീൻ്റെ കാര്യം എന്താ പറയുക, ഒരു ആശ്വാസമായി, ദമ്മിലായല്ലോ. ഇനിയിപ്പോൾ മന്തിൻ്റെത് കേട്ടോ. അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ബീഫൊക്കെ വേവിക്കാൻ വെച്ച് ബീഫൊക്കെ വെന്തിട്ടുണ്ടായിന്. പിന്നെ ആ ബീഫ് അതിന് എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ, എന്നാലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഇപ്പം അരി തിളപ്പിച്ചുറ്റാലെ വെള്ളം കേട്ടോ അടുപ്പത്ത് വെച്ചത്. ഇതിലേക്കും അതേപോലെ ഏലക്ക, ഗ്രാമ്പൂ, പട്ടൊക്കെ കുറേശ്ശെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകവും പെരുംജീരകവും അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള മല്ലി, കുറച്ച് കുരുമുളക് അതൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ ഒരു കറുത്ത നാരങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. കറുത്ത നാരങ്ങ ഈ വെള്ളത്തിൽ കിട്ടാൻ എന്താ പറയുക, ആ വെള്ളം ഇങ്ങോട്ട് ഒരു ജാതി കളറാവും. പിന്നെ അങ്ങനെ തിളച്ച് വരുമ്പോഴേ ചെമ്പിൻ്റെ ഉള്ളൊരു കറുത്ത നിറാവും. അപ്പോൾ ബീഫ് ഇതാട്ടോ, ആ ഒരു പിന്നെ ബീഫ് വേവിച്ച ആ ഒരു പാത്രത്തിൽ നിന്ന് ബീഫ് മാത്രം ഞാൻ അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അത് ബീഫ് 2 ഭാഗവും ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ നല്ലൊരു കളറായിട്ടും കിട്ടും. അതേപോലെ തന്നെ
നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. എന്നാൽ ഒറ്റ ട്രിപ്പ് തന്നെ ആയിക്കോളും. അങ്ങനെ അത് അടുപ്പത്ത് കടന്ന് മൊരിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മളിവിടെ അരി തിളപ്പിച്ചിട്ടാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ല നമ്മൾ മല്ലിയും അതേപോലെ ആ ഒരു കറുത്ത നാരങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് അതിൽ കിടന്ന് നല്ലോണം തിളച്ചിട്ടേ, അതാണ് ആ കളർ വ്യത്യാസം. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ മന്തിക്ക് അങ്ങനെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ, നല്ല വൈറ്റ് കളറല്ലേക്കാരല്ലോ. അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെല്ല ബസ്മതി റൈസ് വൈറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആകുമ്പോൾ കുറേ നേരം അരി വെള്ളത്തിലിടണ്ട, കുറച്ച് നേരം ഇട്ടാൽ മതി കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ, ഒരു 10-15 മിനിറ്റൊക്കെ മതി കേട്ടോ വെള്ളത്തിൽ കിടക്കാൻ. ആ ഗോൾഡൻ റൈസ് ആണെന്നുണ്ടെങ്കിൽ അതിലേറെ കുറച്ച് വേവ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ കിടക്കണം, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ കിടക്കണം. അപ്പോൾ ഇതാട്ടോ ബീഫ് കണ്ടില്ലേ, ഇതുപോലെ കിട്ടണം കേട്ടോ. നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണ പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇവിടെ വലിയ ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 5 കിലോൻ്റെ ചെമ്പാണ്. പക്ഷേ ഇതിലേറെ ചെറിയ ചെമ്പ് പിന്നെ എൻ്റെ അടുത്തുള്ള 2.5 കിലോന് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലിട്ട് കൊള്ളൂല്ല. ഇതിലാണെങ്കിൽ കുറച്ച് അധികം ഒഴിക്കാരം. എന്നാലും ഇനി ഈ ചെമ്പന്നെ ആക്കാമെന്ന് വിചാരിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബീഫ് വേവിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബീഫ് വേവിച്ച ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ബീഫ് മാത്രമായി നിർത്താണ്ടാണ് നമ്മൾ പൊരിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ പകുതി ബീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് റൈസൊക്കെ ഇട്ട് കൊടുത്ത് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ബീഫ് മന്തി ഇതുപോലെ ഉണ്ടാക്കിയാൽ. നിങ്ങൾ കുറഞ്ഞ അളവിലൊക്കെ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുകൊണ്ടി. അതുപോലെ തന്നെ ഈ വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഊറ്റും വേണം കേട്ടോ. അരി ഇങ്ങനെ വളഞ്ഞ് വരുമല്ലോ, അരി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഊറ്റണം കേട്ടോ. ഒരു 2 തിളയൊക്കെ തിളച്ചാൽ തന്നെ നമുക്കിത് ഊറ്റാനാവും. അപ്പോൾ ഇത് ഊറ്റാനായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ചെമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കും നമ്മൾ ബീഫ് വേവിച്ച ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് അതേപോലെ കുറേശ്ശെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്ക് ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2 ലെയറായിട്ടാട്ടോ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും ഇടയിൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിന് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അല്ലേന്ന് അറിയില്ല. ഞാൻ പിന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താ അറിയോ, നമ്മളെ മന്തിക്ക് നല്ലൊരു റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് കേട്ടോ, ഇടയ്ക്കൊരു മഞ്ഞ കളർ ഇങ്ങനെ കിട്ടൂലേ, വൈറ്റും മഞ്ഞയൊക്കെ ആകുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ റെഡ് കളറും വേണമെങ്കിൽ ചേർക്കുക. റെഡ് കളർ ഞാൻ ചേർത്തിട്ടില്ല, അതിപ്പോൾ മഞ്ഞൾപ്പൊടിൻ്റെ കളറാട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഏറ്റവും മേലെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ കുറവായി കഴിഞ്ഞാൽ നമ്മളെ റൈസ് ഇങ്ങനെ ഒരു ബലം പിടിച്ചുകൊണ്ട് നിൽക്കും, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും മേലെ നമ്മൾ മാറ്റി വെച്ച ആ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പുക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അടിപൊളി ആയിക്കോളും. അപ്പോൾ ഇതാട്ടോ ഞാനൊരു മൺചട്ടി, ഒരു കുഞ്ഞു മൺചട്ടിയിൽ കുറച്ച് കനലിട്ടാണ്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പുക പോവാതെ പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആ ദമ്മൊക്കെ കയറുമ്പം നല്ലോണം കനലുണ്ടാവരുത് കേട്ടോ. താഴെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ചെമ്പിൻ്റെ അടിയിൽ വല്ലാതെ ഒന്നുമില്ല. നമ്മൾ ബിരിയാണിക്ക് മസാല അങ്ങനെ ആക്കണ പോലെയല്ല, മന്തിക്ക് മസാല അധികം ഉണ്ടാവില്ല. അപ്പോൾ വേഗമുണ്ട് അടി പിടിക്കാൻ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പം കനലുണ്ട് അടുപ്പിൽ, ആ ഒരു കനലുമേ ഒന്ന് കിടക്കട്ടെ കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മന്തിൻ്റെ കൂടെ മയോണൈസ് കൊടുക്കണം. അങ്ങനെ ഞാൻ വേഗം മയോണൈസ് ഉണ്ടാക്കി. അപ്പോൾ ഈ മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസാണ്. അപ്പം മയോണൈസിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാൻ കഴിയൂല. മയോണൈസൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. മുട്ട വേവിച്ചിട്ട് ഉരുളക്കിഴങ്ങും വേവിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ബിരിയാണിൻ്റെ കൂടെ കൊടുക്കാനുള്ള തൈര് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബാബു റെഡിയാക്കി തന്നതേന് കേട്ടോ. മയോണൈസ് ചിഞ്ചുമോൾ ഉണ്ടാക്കി, തൈര് ബാബു ഉണ്ടാക്കി, അങ്ങനെ ഒക്കെ ഓരോരുത്തർ ഓരോന്ന് ഉണ്ടാക്കിയേക്കാണ്. പിന്നെ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടായിന്, ഈത്തപ്പഴ അച്ചാർ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, ഇത് ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഈത്തപ്പഴം പിന്നെ പച്ചമുളകും ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാട്ടോ. എരിവില്ലാത്ത പച്ചമുളകില്ലേ, അതും കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മന്തിൻ്റെ കൂടെ കൊടുക്കാനുള്ള ചട്നി ഉണ്ടാക്കി, അതും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 11:50 ആയപ്പോൾ തന്നെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിക്കാരനെ വിളിച്ചൊരു 12:15 ആകുമ്പോൾ വരാൻ പറഞ്ഞു.
അങ്ങനെ ഫുഡൊക്കെ കൊടുത്തയച്ചു. പിന്നെയാണ് കേട്ടോ നമുക്കുള്ള ചോറിനുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് അയലമീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കി, മുളക് കറി ആക്കിയിട്ട് ഉണ്ടാക്കി. അതാട്ടോ ഒന്ന് കൂട്ടാണ്ടാക്കിയത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള റിവ്യൂ കിട്ടിയില്ല, അത് കിട്ടിയിട്ട് ഞാൻ പറയണ്ട കേട്ടോ. ഒന്ന് എടുത്ത വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.